ഗുഡ് ഈവനിങ് ടു ഓൾ. ഞാൻ കോഴിക്കോട് നിന്ന് ആദ്യത്തെ മീറ്റിംഗാണ് ജസ്പേഡിൽ. ഒരാളുടെ ജസ്റ്റ് ഒരു കാര്യത്തിലൂടെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല, ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കൊരു വിശ്വാസം. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ദൈവം നമുക്ക് എത്രയൊക്കെ നല്ല നല്ല വഴികളെ വലിയ വലിയ പൊസിഷനിൽ എത്താൻ പറ്റിയാലും അത് ചില സമയം ആ കറക്റ്റ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ തന്നെ അവിടെ കട്ട് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇരിക്കുന്നത്. കാരണം എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ വരെ ഞാൻ പഠിച്ചു. 2 PhD സൈക്കോളജി എഡ്യൂക്കേഷൻ. എൻ്റെ കഴിവുകൾ മുഴുവൻ ഞാൻ പഠനത്തിലൂടെ തെളിയിച്ചു. പക്ഷെ ആ പഠനത്തിൽ എനിക്ക് ഏറ്റവും ഒരു പെർമനൻറ്റ് നല്ലൊരു പൊസിഷൻ പ്രിൻസിപ്പളായിട്ട് പല ഇതിലേക്ക് വന്നു, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിടത്തും പോകാൻ തോന്നിയില്ല. എത്ര പേരുടെ മുമ്പ് ഇന്ന് പഠിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, സൈക്കോളജി ഫിലോസഫി നമ്മൾ ക്ലാസ് എടുക്കുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷെ അന്നേരം എൻ്റെ മൈൻഡിലൊരു ആബ്സെൻ്റ് ഒരു സെറ്റ് ഉണ്ട്, എനിക്കൊരു സ്കില്ലുണ്ട്. അതോടെ എനിക്ക് അവിടുത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു സ്കില്ല് ടീച്ചിങ് ആണെങ്കിലും നമ്മുടെ മാക്സിമം കഴിവ് അവിടെ എനിക്ക് ഉപയോഗിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഓർക്കുക, അപ്പം ഒരു മൊണാലിസ അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറൊക്കെ അവർ ഫസ്റ്റ് ചെറിയ ചെറുക്കളങ്ങളിലൊക്കെയാണ് ഇത് ചെയ്തത്. ഞാൻ അവരുടെ ആ ഒരു കളിക്കളത്തിൽ അവർ ഇറങ്ങി, ചെറിയ ഗ്രൗണ്ടിലായിരിക്കാം. പിന്നീട് അവർക്ക് വലിയൊരു ഗ്രൗണ്ടിൽ അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ലോകം മുഴുവൻ അവർ അറിയുന്ന ലെവലിലേക്ക് എത്തിയത്. അതുപോലെ നമുക്ക് വലിയ ആളാകാൻ പറ്റാത്തത് നമുക്ക് ആ ലെവലിലൊരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം എപ്പോഴാണ് എൻ്റെ മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഡിലീറ്റ് ചെയ്താൽ തന്നെ അവിടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഇത്രയും വലിയ കോടികളായിട്ടുള്ള ഒരു വ്യക്തിയായി തീരുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് കോടിപതി ആണെന്ന് ഞാൻ ചിന്തിക്കാത്ത ഒരാളാണ്. വലിയ പൈസയിലല്ല എന്നാണ്. എന്നാലും നമുക്കിപ്പം ഇവിടെ വന്നേരെ എനിക്ക് നമുക്ക് എന്തും നേടാൻ കഴിയും. അതിനു മുന്നേ എനിക്കുണ്ട് എൻ്റെ കഴിവ് ഞാൻ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. നമ്മളെ എവിടെയും തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയിൽ പോകുന്ന ആളാണ്. ആരെന്നെ എന്ത് ചെയ്താലും നമുക്ക് സ്വന്തമായ ഉള്ളിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കുറേ പ്രോസസ്സിലൂടെ ക്ലാസ് എടുത്തപ്പോൾ എനിക്കത് ടച്ച് ചെയ്തു. കാരണം പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അപ്പോഴും ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മൈൻഡ് നമ്മളെ ആരെയും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2, 3, 10 പേരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒക്കെ നെഗറ്റീവ് അടിച്ചു പോയി. അപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ ലാസ്റ്റ് റൂൾസിൻ്റെ ഒരു 3rd റൂളാണെന്ന് തോന്നുന്നു. നമ്മൾ ഒരാൾ പോയാൽ പോട്ടെ, ഇനി നമുക്കവിടെ 100 പേര് കിടപ്പുണ്ടാവും. ഇത് ചെറിയ മീനായിരിക്കും നമ്മൾ പോയി ടച്ച് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടാന്ന് തോന്നി നമുക്ക് നെഗറ്റീവായിട്ട് അടിച്ചത്. അതിൽ വലിയ ഒരു സംഭവം അവിടെ നിന്ന് മല പോലെ നമുക്ക് കിട്ടാനുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലായിട്ട് എനിക്കിപ്പോൾ വരാൻ സാധിക്കും. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ളത് തോന്നിയെങ്കിലും അതും എനിക്ക് പോസിറ്റീവായിട്ട് ഇപ്പോൾ എടുക്കാൻ തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. വളരെ ഗ്രാറ്റിറ്റ്യൂഡ്. സാറിനെ പോലെയുള്ള ഒരാൾക്ക് ഇത്രയും വലിയ ഒരു അവസരം തന്നതിനും വലിയ ആൾക്കാരാകാനുള്ള നമുക്കിവിടെ വന്ന് നിൽക്കാനും ഈ ഒരു പങ്കാളിത്തം കിട്ടാനും ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ടച്ച് ചെയ്യാൻ പറ്റിയ, നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റിയ, എങ്ങോട്ട് പാടായത് കാണുമെന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറ്റിയ പല ഫീൽഡ് സാരി നമ്മുടെ മുന്നിൽ ഒരുക്കി വെച്ചത് തന്നെ അതിനെയാണ് ഏറ്റവും വലിയൊരു സാറിന് എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. ഓക്കെ, താങ്ക് യു സാർ. Yes, congratulations, Jolie Calicut. Then Calicut, Rahila, please welcome.